കൂടി ദൃക്സാക്ഷികളുടെ ഭാഷ്യത്തിൽ കറുത്ത പുക ഉയരുന്നത് കണ്ട് ദൃശ്യങ്ങളിൽ നമുക്ക് കാണുകയും ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ, കുട്ടികളും കുടുംബങ്ങളും ഒക്കെ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഇതിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇന്ത്യൻ യുദ്ധവിമാനം തേജസ് ആഭ്യന്തരമായി വികസിപ്പിക്കപ്പെട്ട വിമാനമാണ്. HAL വികസിപ്പിച്ചതാണ്. അത് ആദ്യ ദിവസത്തെയൊക്കെ എയർ ഷോയിൽ വലിയ അന്താരാഷ്ട്ര ശ്രദ്ധയെ ആകർഷിച്ചു എന്ന നിലയിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് നമ്മളിപ്പോൾ ഈ തേജസ് വിമാനം തകർന്ന് മരുഭൂമിയിൽ വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ കാണുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. അരുൺ രാജ് ചേരുന്നു നമുക്കൊപ്പം വിവരങ്ങളുമായി. അരുൺ രാജ്, എന്തെങ്കിലും കൂടുതൽ വിവരം ഈ അപകടവുമായി ബന്ധപ്പെട്ട് ലഭ്യമാണോ? ഒപ്പം ഈ തേജസ് തേജസ് ശ്രേണിയിലുള്ള വിമാനങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ. അബ്ജോദ്, ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രാഥമിക വിവരം ക്രാഷ് എന്നതിനപ്പുറം പൈലറ്റ് ഇജക്ട് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നതിനപ്പുറം അധികം വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ഹിന്ദുസ്ഥാൻ എയർലൈൻസിന്റെയോ ഇന്ത്യൻ എയർഫോഴ്സിന്റെയോ ഭാഗത്തു നിന്നുള്ള കൂടുതൽ പ്രതികരണങ്ങൾക്കായി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇനി തേജസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്